തൊട്ടടുത്ത് കിടന്നിട്ട് നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലത്ത് പോയില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമായി പോയേനെ. അപ്പോൾ നമ്മുടെ ഇന്ന് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നമുക്ക് കുറേ ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള നമ്മുടെ ചിതറാൾ ജൈന ക്ഷേത്രത്തിലാണ് നമ്മളിന്ന് പോയിട്ടുള്ളത്. അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തമിഴ്നാട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണെങ്കിലും നമ്മുടെ സ്ഥലത്ത് നിന്ന് ഏകദേശം 29 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. നിറച്ച് ടൂറിസ്റ്റുകൾ, അതായത് ഈ ലോങ് ടൂറൊക്കെ പോകുന്നവർ അങ്ങനെയാണ് കൂടുതലും വരുന്നത്, ഫാമിലീസ്. നമ്മൾ കയറുന്ന വഴിയെന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അത് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് വരുന്നവർ കുറച്ച് വെള്ളം കൂടി കരുതിയിരുന്നാൽ ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ പോയപ്പോഴത്തേക്കും വെള്ളം കൊണ്ടുപോയില്ല. പിന്നെ അവിടെ നിന്നൊരു ഒരു കുട്ടിയാണ് വെള്ളം നിന്ന് സഹായിച്ചത്. അങ്ങനെ ഞങ്ങൾ നടന്നിങ്ങനെ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ ആദ്യം ഒരു കൽമണ്ഡപം കാണാം. കൽമണ്ഡപം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല മനോഹരമാണ്. അത് കല്ലിലാണ് മൊത്തം ചെയ്തേക്കുന്നത്. അതിൽ ഓരോ വർക്കും നമുക്ക് അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ലെങ്കിലും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണത്. പിന്നെ ആകെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തൊക്കെ ഈ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഒരു വൃത്തികേടാണ് കാണുമ്പോൾ തന്നെ. അപ്പോൾ വരുന്നവർ അതൊന്നും ശ്രദ്ധിക്കുക, ഇങ്ങനെയൊന്നും എഴുതി വെക്കാതിരിക്കുക. നമുക്ക് ഇത് ഭാവിയിലും കാണാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭംഗി നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നിന്ന് നോക്കാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഏകദേശം ആ ഏരിയ മൊത്തത്തിൽ കാണാൻ പറ്റുന്ന രീതിക്ക്. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്താണ്, ഇതൊരു വലിയ പാറയാണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഈ പാറ തുരന്നാണ് ഈ ക്ഷേത്രം പണിതേക്കുന്നത്. ഇതൊരു ഭഗവതി ടെമ്പിളാണെന്ന് പറയുന്നുണ്ട്. അതേസമയം ഒരു ജൈന ക്ഷേത്രവും കൂടിയിട്ടാണ്. ഏകദേശം 9-ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് പറയുന്നു. ഇതിനകത്ത് ഈ കൽമണ്ഡപത്തിനകത്ത് കയറാൻ വേണ്ടി ആ ചെറിയൊരു വാതിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനകത്തും ആരോഗ്യവും കയറി ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം താഴെ പോകുമ്പോഴത്തേക്കും അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു തൂണ് പോലെ ഒരു വാതിൽ പോലെ സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ പോകുമ്പോഴത്തേക്കും വലിയ സൈഡിൽ നല്ല വലിയ പാറയാണ്. അപ്പോൾ നമുക്ക് അത് നല്ലൊരു പാറയ്ക്കകത്തോട്ട് നല്ല ഗ്യാപ്പുണ്ട്. അത് ഏകദേശം ഒരാൾക്ക് 2-3 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന അത്രയും ഗ്യാപ്പുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ താഴെ പോകുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോഴത്തേക്കുമാണ് അമ്പലം. ഇവിടെ മൊത്തം ആ ജൈന മതത്തിൻ്റെ ആ കുറേ സിമ്പലുകൾ പോലെ കുറേ ശില്പങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കല്ലിൽ. നമുക്കത് അടുത്ത് പോയി കാണാം, അത് തൊടാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ നശിപ്പിക്കരുത് എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ഈ ജൈന മതത്തിൻ്റെ ആ തീർത്ഥങ്കന്മാരുടെ ആ ഒരു രൂപത്തിലുള്ള കുറച്ച് ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഭഗവതി ക്ഷേത്രം എന്നാണ് ഇത് പറയുന്നത്. അപ്പം ഭഗവതി പോലെയുള്ള രൂപങ്ങളും കുറച്ച് കൊത്തിവെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഈ 24 തീർത്ഥങ്കരന്മാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ രൂപം സാദൃശ്യത്തോടെ ആയിരിക്കാം ഇത്. അവരുടെ സിമ്പലാണല്ലോ ആ ഒരു ഇത്. അപ്പം ബുദ്ധമതത്തിൻ്റെ പോലെ സാമ്യമുണ്ട്. അപ്പം ശരിക്കും കണ്ടാൽ നമുക്ക് ബുദ്ധമാണോ ജൈനാണോ തിരിച്ചറിയാൻ പറ്റാത്തവർക്ക് നമുക്കറിയില്ല. പക്ഷെ ശരിക്കും അത് ജൈന മതത്തിൻ്റെ ആ ഒരു സിമ്പലാണ് കൊത്തിവെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരുമ്പോഴത്തേക്കും ആ പാറ തുറന്നിട്ട് വേറൊരു അമ്പലം നമുക്കിങ്ങനെ കാണാം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും, അതെങ്ങനെ ഇത് അവർ ചെയ്ത് വെച്ചേക്കണേന്ന്. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കുമാണ് മെയിൻ ടെമ്പിൾ വരുന്നത്. അവിടെ ആ ടെമ്പിളിൻ്റെ അവിടെ അത് പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതാണിത് അമ്പലത്തിൻ്റെ ആ ഒരു പുറത്തുള്ള ആ ഒരു കാഴ്ചയെന്ന് പറയുന്നത്. അതിൻ്റെ സൈഡിലാണെങ്കിൽ എല്ലാം കല്ല് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലാണെങ്കിലും നല്ല ഭംഗിയിൽ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പാറ തുരന്നിട്ട് അതിൻ്റെ താഴ്വശത്താണ് അമ്പലം പണിതേക്കുന്നത്.
പിന്നെ ചില ദിവസങ്ങളിൽ മാത്രമേ അമ്പലം തുറക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ വേണ്ടി പറ്റിയില്ല. അതിൻ്റെ അകത്തെ കാഴ്ച ഇങ്ങനെയാണ്. നിറച്ച് തൂണിൽ നിറയെ കൊത്തുപണികൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കല്ലിൽ ഭയങ്കര ഭംഗിയിൽ നമുക്ക് അതിശയം തോന്നുന്ന രീതിക്കുള്ള ഓരോ കൊത്തുപണികളും. താഴെയാണെങ്കിൽ ദേവിയുടെ രൂപം, പിന്നെ മുകളിൽ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അകത്ത് അങ്ങനെ വലുതായിട്ടോ ഈ ജൈന മതത്തിൻ്റെ ആ ഒരു ഇതില്ല, ടച്ചില്ല. അകത്ത് നിറച്ച് ദൈവങ്ങളുടെ ആ ഒരു കൊത്തുപണികളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു വലിയ കുളം പോലത്തെ ഒരു സംഭവമുണ്ട്. അതിന് ചുറ്റും എന്താ പറയുക, കല്ലൊക്കെ കെട്ടിയിട്ട് അവർ വച്ചിട്ടുണ്ട്. പിന്നെ ഇത് അവിടുത്തെ ഒരു തൂണിൽ പണ്ടത്തെ വട്ടെഴുത്ത് ലിപി പോലുള്ള എന്തോ ഒന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇത് കാണുന്നത്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ചിത്രാളിലെ ഈ ക്ഷേത്രം ഒരിക്കലെങ്കിലും നിങ്ങൾ വരണമെന്നാണ് പറയുന്നത്. നിലവിൽ ഇതുവരെ ഇവിടെ എൻട്രി ഫീസോ അങ്ങനെ ഒന്നുമില്ല. പാർക്കിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ. അതും വളരെ ചെറിയൊരു പൈസ മാത്രമേ ഉള്ളൂ. വലിയ ഫാമിലി ആയിട്ടൊക്കെയാണ് ഇവിടെ വരുന്നത്. വലിയ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെയാണ് ആളുകൾ വരുന്നത്. അല്ലാതെ അങ്ങനെ ഒരുപാട് തിരക്കൊന്നും ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ പോയപ്പോഴത്തേക്കും. അപ്പോൾ വളരെ തിരക്കും കുറവാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ആസ്വദിക്കാനും പറ്റും. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് വരിക. പക്ഷേ ഒരു എൻട്രി ഫീസൊക്കെ വച്ച് കുറച്ചുകൂടി വിപുലമാക്കിയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ടൂറിസ്റ്റ് സാധ്യതയുള്ളൊരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറ്റും പോലെ ഒരു ദിവസം നിങ്ങൾ വരിക, വന്ന് എക്സ്പ്ലോർ ചെയ്യുക. നമ്മുടെ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഒരു ഭാഗമാണ്. അപ്പം